ജയസൂര്യ നമ്മൾ പണ്ട് ടി വിയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ അവതാരകരോട് എന്തായാലും ജയസൂര്യ ഉപദേശമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ജയസൂര്യയുടെ എല്ലാം ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് പറയുള്ളൂ എന്ത് കാര്യമായാലും. അതുകൊണ്ട് അതേ രീതിയിൽ നമ്മൾ കേൾക്കുകയും ചെയ്യും. അല്ല, എനിക്ക് തോന്നിയിട്ടില്ല എന്താണെന്നറിയാം, പ്രിപ്പറേഷൻ ഇല്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. പ്രിപ്പറേഷൻ ദെൻ പ്രസൻറ്റേഷൻ, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് ഇല്ലാത്തത് പ്രിപ്പറേഷനാണ്. പ്രിപ്പറേഷൻ ഇല്ലാതെ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവതാരകനായിട്ട് ഒരുപാട് ചാനലിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം പ്രോഗ്രാം നമ്മൾ അവതാരകൻ്റെ ഫുൾ മീൻസ് ആരെയാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യേണ്ട ആൾ, അദ്ദേഹത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നോക്കാറുണ്ട്. ഇതുവരെ അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റാത്ത എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും എന്ന് ഞാൻ നോക്കാറുണ്ട്. അല്ലാതെ അദ്ദേഹം അഭിനയിച്ച പടം ഏതാണെന്നോ അദ്ദേഹം ഇപ്പോൾ റിലീസായ പടം ഏതാണെന്നോ ഒന്നും അറിയാതെ നേരെ മുമ്പിൽ വന്നിട്ട് പിന്നെ എന്തൊക്കെയാണ്, ഏതാണ് പുതിയ വിശേഷം, എല്ലാം ഒരേ ചോദ്യം. അപ്പോൾ അയാളെ സംബന്ധിച്ച് ഒരേ ഉത്തരമായിരിക്കും, പറഞ്ഞ് ബോറടിച്ച ഉത്തരങ്ങളായിരിക്കും. അപ്പോൾ ദയവായി നമ്മുടെ ഈ അവതാരകരെന്ന് പറയുന്ന ഒരു 10 പേര് മാത്രം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ മാത്രമേ ഇതിന് ഒരുപാട് തലങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു നല്ല അവതാരകയായാലും അല്ലെങ്കിൽ നല്ലൊരു അവതാരകനായി മാറാനൊക്കെ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നല്ല പ്രിപ്പറേഷനോട് കൂടി വരിക, എങ്കിൽ ഇന്റർവ്യൂ ഭയങ്കര രസമായിരിക്കും കാണാൻ. അല്ലെങ്കിൽ പതിവ് ചോദ്യമായിരിക്കും, പതിവ് ഉത്തരവായിരിക്കും. അതുകൊണ്ട് ആളുകൾ ചാനൽ മാറ്റും. ഒരു അവതാരകനിൽ ഭയങ്കര കാര്യമുണ്ട്. അയാൾ ഒരു ഷോ പിടിച്ചിരുത്താൻ ഒരു അവതാരകനെ അല്ലെങ്കിൽ അവതാരികയ്ക്ക് പറ്റുള്ളൂ.